വായന്ന് ഒരിക്കലും വരില്ല. അത് ഏതെല്ലാം ഉള്ളത് വായിക്കട്ടെ. പണിഷ്മെന്റ് ഉള്ളത് 1 25 പുഷപ്പ്, ഫ്രഞ്ച് കിസ് മമ്മു. അയ്യോ ചാറ്റ്സ് ചോയ്സ്, അതായത് ചാറ്റ് പറയുന്ന പണിഷ്മെന്റ് ചെയ്യണം. കൂട്ടത്തല്ല എല്ലാരും കൂടിയിട്ട്, പിന്നെ അത് തെറിയല്ല, കൂട്ടത്തല്ലാരും എല്ലാരും കൂടിയിട്ട് ഒന്നിച്ചടി, പിന്നെ നോ പണിഷ്മെന്റ്. അത് കിട്ടിയാ നീ രക്ഷപ്പെട്ടു. പിന്നെ ജോളോ ചിപ്പ് ബെൽറ്റ് വെച്ച് കുണ്ടിക്കടി. അത് ബെൽറ്റ് ഉണ്ടോ? ബെൽറ്റ് എടുത്തിട്ടോ? മമ്മൂത്തറി പിന്നെ ഗേ കോസ്റ്റ്യൂം ഡാൻസ്. ഇതെന്ന് പറഞ്ഞാൽ ഗേ കോസ്റ്റ്യൂം പെൺവേഷം കണ്ടിട്ട് ഡാൻസ് കളി. പിന്നെ ഓക്കെ എന്ന് നടന്നല്ലേ, അല്ലെങ്കിൽ ലൈവിലൊക്കെ നിൽക്കാൻ പറ്റില്ല, പുറത്താക്കും. അല്ലെങ്കിൽ ഈ ലൈവ് നീ ഔട്ട്. പിന്നെ അയ്യോ പണിഷ്മെന്റ് ഏറ്റെടുക്കുക. ഒന്നും പറഞ്ഞ കാര്യമില്ല, ഒന്നും പറഞ്ഞ കാര്യമില്ല. അതാ മമ്മൂത്തറി നോ പണിഷ്. ഞാനെന്താ വിളിച്ചത്? ഇല്ല മമ്മൂന്ന് വിളിക്കുന്നത് ഇവര് ഒന്ന് കിട്ടുമ്പോഴത്തേക്ക് എല്ലാം സ്പ്രേ ചെയ്യണം. എനിക്കറിയില്ലേ സ്പ്രേ ആയിക്കോട്ടെ. നീ വിഷയം ഇപ്പഴോ എന്ത് നീ അതെ ഞാൻ എന്താ പറയാ? അല്ല നേരത്തെ പറഞ്ഞെങ്കിൽ നേരത്തെ പറയണായിരുന്നു. ഇതിപ്പം സ്പോട്ടിലുള്ള പണിഷ്മെന്റ് ഷമീറിനാ. ഇനി മമ്മു പറഞ്ഞാ മമ്മൂന് പണിഷ്മെന്റ് കൊടുക്കാം. സ്പിൻ ചെയ്തോ ഇതെടുത്തോ. കൊടുക്കണോട്ടാ. അയ്യോ എത്ര അടിയാ? അല്ല ബെൽറ്റ് വെച്ച് കുണ്ടിക്കടി വന്നാലല്ലേ അടിക്കാം. ഒറ്റടി എന്തത്ര അടി? ഇതില് കുണ്ടിക്കടിന്ന് മാത്രല്ലേ ഉള്ളൂ. അല്ല ബെൽറ്റ് വെച്ച് കുണ്ടിക്കടി വന്നാലല്ലേ അടിക്കാം. ഒറ്റടി എന്തത്ര അടി? ഇതില് കുണ്ടിക്കടിന്ന് മാത്രല്ലേ ഉള്ളൂ. ഇതിന്റെ നോ പണിഷ്മെന്റ് കൊടുത്തു. അങ്ങനെയില്ല. റാൻഡം ഒരു കണ്ണ് കൂട്ടിയിട്ട് അങ്ങനെ ഒറ്റ തിരിയിരിക്കും. ഫുൾ ഫാസ്റ്റിൽ തിരിച്ചോ. ഇപ്പുറത്ത് ഇറക്കിക്കോ. എന്തിനു എഴുന്നാലും തിരിച്ചാ പോരെ. കേരടി നോ പണിഷ്മെന്റ് ഇല്ല. ചാറ്റ് ചോയ്സ് ഇല്ല 25 പുഷപ്പ് നടക്കാം. 25 പുഷപ്പ് കൂടുതൽ ഭാഗം ഇപ്പുറത്തല്ലേ? കൂടുതൽ ഇപ്പുറത്താ. ഫ്രഞ്ച് കിസ് ഒരു കത്തിയെടുത്ത് വേഷം കുടിക്കാലാ. വേഷം ഉണ്ടൊക്കെ തന്നെ. ഇവൻ ഒരു മാസമായിട്ട് പല്ലും തേക്കല്ല, കുളിക്കലില്ല, ചന്തിയൊന്നുമില്ല. അറിയാലോ ഇങ്ങനെ മണക്കുന്നുണ്ട്. പോകെ നീ മുത്തമാകാൻ വേണ്ടി അടിയില്ല. ഞാൻ ചെയ്യൂല. പുഷപ്പിന്റെ അടുത്താ പുഷപ്പിന്റെ അടുത്താ വന്നതാ. 25 പുഷപ്പ്. അത് ക്യാമറന്റെ ആംഗിൾ ഇങ്ങനെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാത്തതാ. ഇത് സംഭവം വന്നത് ഇങ്ങനെ വന്നത്. അതായത് ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവും. കൂടുതൽ ഭാഗം ഫ്രഞ്ച് കിസ് മമ്മൂലയാണ്. ഈ തവളന കിസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. ഒന്നുകൂടി സ്പിൻ ചെയ്യാം. വൺ മോറാ. വൺ മോർ ചെയ്യാം. നടുക്ക് എടാ എന്നാ ഞാൻ ഒരു കാര്യം പറട്ടെ. ഇനി എപ്പം നടുക്ക് വന്നാലും റീസ്പിൻ ചെയ്യണം. ഇനി എപ്പം നടുക്ക് വന്നാലും റീസ്പിൻ ചെയ്യണം. ഓക്കെ ഒന്നുകൂടി ചെയ്പ്പോ. വൺ മോർ സ്പിൻ എല്ലാവരും സ്പാം ചെയ്ത്. ഞാൻ ഒരു ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ. റീസ്പിൻ കൂട്ടി കറക്കി നോത്തേ. ഇനി നടുക്ക് വന്നാ റീസ്പിൻ ആണ്. ഞാൻ തൊട്ടിട്ടില്ല. ചെയ്യാ നിക്ക്. കണ്ട ഓഡിയൻസിന് വരെ മനസ്സിലാടാ. അത്രയും ജോളോ ചിപ്പ് വരട്ടെ. ജോളോ ചിപ്പ് ഇതില് ഒന്നും പറയാനില്ല. സെന്ററൊന്നല്ല. കറക്റ്റ് കണ്ടോതാ. കറക്റ്റ് കണ്ടോ. അങ്ങനെയല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഞാൻ ഫസ്റ്റത്തെ പറ്റിച്ചത്. ഞാൻ മമ്മൂനെ കിസ് ചെയ്തോളാം. മമ്മൂനെ കിസ് ഈ കക്കൂസ് ടാങ്കിന്
നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല ഇല്ല 1 more time എന്ന് പറഞ്ഞാൽ ഇതാണ് റൂള്. ഇപ്പൊ വന്നത് ഇതാ ജോളോ ചിപ്പ് വന്നത്. എങ്ങനെ വന്നത്? കറക്റ്റ് സെന്ററിൽ വന്ന. എടുത്തിട്ടോ. എടാ 2 ഓപ്ഷൻ ഉണ്ടാ, കിസ്സും ഇതും ഉണ്ടാ. അതാ ചാറ്റിനോടൊന്ന് ചോദിക്കും ഏതാന്ന്, രണ്ടിലേതാന്നൊന്ന് ചോദിക്കും. നീ തെറി വിളിച്ചോ നീ അനുഭവിക്കണം, അത്രേ ഉള്ളൂ. അതാണ് റൂള്. എടാ ഒന്ന് പോളിടാ, മറ്റേത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് കറക്കിയത് ഏറ്റവും ആടായിട്ട് തന്നെ എടുക്കണം. എടാ പോളിടാ, ഒന്ന് പോളിടാ. ഇല്ല ഇനി ഒരു ബോളും ഇല്ല. സാധനം പെട്ടെന്ന് തോന്നോ. നോക്ക്, സമയം കളയല്ല. മിക്സ്ഡാ, ഇതാ മിക്സ്ഡാ. കിസ്സും പറയുന്നുണ്ട്, ജോളവും പറയുന്നുണ്ട്. ഇല്ല അങ്ങനെ അവര് പറഞ്ഞൊന്നും കാര്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ സ്പിൻ വീൽ എന്തിനാ നമ്മള് ചെയ്യുന്നത്? സ്പിൻ വീലിന് റാൻഡം ആയിട്ട് വരുന്ന പണിഷ്മെന്റ് എടുക്കാൻ വേണ്ടിയാണ് സ്പിൻ വീൽ ചെയ്തത്. അപ്പൊ അവര് പറയുന്നതിൽ ഒരു ഇതുമില്ല ആ കാര്യത്തില്. സ്പിൻ വീൽ ഇത് നിന്റെ ലക്ക് അങ്ങനെയാണ്. ഓക്കെ, ചെറുത്താന്റെ നടുക്കാനുള്ളത് ഇതിലേടെ ലക്ക് രണ്ടും അല്ലതാ ലക്ക്. അത് നോ പണിഷ്മെന്റ് വന്ന ലക്കല്ലേ? അതിന്റെ അടുത്തേനും നോ പണിഷ്മെന്റ് അടുത്തായിരുന്നു, തൊട്ടടുത്തായിരുന്നു കൂടി. റെഡി കമോൺ നോക്ക്. എടാ ഇത് ഞാൻ അന്ന് തിന്നിട്ട് അങ്ങനെ നോക്ക് പെട്ടെന്ന് നോക്ക്, സമയം എന്നാ ആരും എന്റെ കൂടെ തിന്നോ. ഇവനും തെറി വിളിച്ചില്ലേ? ഞാൻ ഇങ്ങോട്ട് പോലത്തെ ഒരു പ്രോപ്പർ ക്വാളിറ്റി, അതായത് നല്ല ഒരു പൊളക്കെടുന്ന എന്നോട് പറഞ്ഞതല്ലേ. അതില ഒരു മിനിറ്റ് ഇതെന്താ? പെട്ടെന്ന് നോക്കുവാനാ. കുറച്ച് വലിയ കഷ്ണം കൊടുത്തോ, അതാന്ന് തോന്നുന്നു. ഒരു കഷ്ണം കൂടി കൊടുക്കും. പെട്ടെന്ന് തുന്നണോ? അങ്ങനെയില്ല, കഷ്ണം എനിക്കും കൊടുക്ക്. കഷ്ണം കൊടുക്ക്. തുന്ന് സമയാക്കല്ല. പെട്ടെന്ന് അല്ല തുന്നട്ട് പെട്ടെന്ന് വയലിട്ടോ. അയവാ അതൊന്ന് മാറ്റിക്ക. ഒരു തുണിയും ഇതെല്ലാം എടുത്ത് കൊടുത്തേ. ഇനി ഇവിടെ കുറച്ച് എന്തെങ്കിലും ഇതെല്ലാം നടക്കും. കുര്യൻ ഒരു ഇത് റിയാക്ഷനും ഇല്ലല്ലോടാ. ഇപ്പൊ തുടങ്ങും. കൈ ഇപ്പൊ തന്നെ പോയിട്ട് കഴിക്കും. എന്റെ ബൈക്കിങ് ആണ്. ഇപ്പൊ വേണ്ട, ഒന്ന് ഇപ്പൊ തുടച്ചാൽ മതി. ഒരു തുണി എടുത്തേ. ആ തുണി കൊടുക്ക. തുണി കൊടുക്ക. എന്നെ തൊടല്ലേ. വെള്ളമൊന്നുമില്ല. ഇനി നിങ്ങൾ ബാക്കിൽ നിന്ന് അനുഭവിക്കുക, ഞാൻ സ്ട്രീം ചെയ്യാം. ഇതാണ് ഈടെ തെറി വിളിച്ചാലുള്ള ഭവിഷ്യത്തിന്. പിന്നെ ബാക്കിന് ക്യാമറ കാണുന്നില്ല എന്നെ. നിങ്ങൾക്ക് ഒരു ഇതുമില്ല, ഒരു റിയാക്ഷനും ഇല്ലേ? ഞാൻ പണ്ട് ജോളോസിപ്പ് തുറന്നപ്പോ ആദ്യം ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോ കേറുക. അത്ര വലിയ രോഗമില്ല. സ്റ്റേഡിയോ കണ്ടിട്ടില്ല. നീ എന്താ ഇടക്കിടക്ക് ഇങ്ങനെ ഇറക്കുന്നത്? അതെന്താ സംഭവം? കുര്യനൊരു പവറല്ല. ഷെമീർ ഓവർ ആക്ടിങ് അല്ല ഷെമീർ സംഭവം ഓവർ ആക്ടിങ്ങിന്റെ ആളാണ്. പക്ഷെ ഇത് ജോളോജിപ്പിന്റെ എരിവ് എനിക്ക് അറിയാമോനെ. ഇത് ഇവനാണ് ആക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഇത് എങ്ങനെയോ പിടിച്ചേക്കുന്നത്. നിനക്ക് ഒരു എരിവില്ല, എരിവേ തോന്നില്ല. എത്ര ശതമാനം എരിവുണ്ട്? ചിക്കൻ കറി അത്ര വലിയ ഇല്ല തെറിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല മോനെ. തെറി വിളിച്ച അപ്പ പണിഷ്മെന്റ്. എന്നാലും അവന്മാരെ നിർത്തുക.
പാവം. വിളിച്ചോ തെറി വിളിച്ചോ. ഇനി അടുത്ത ഒന്നും കൂടി ചോളച്ചിപ്പ് വരും. അത് നീ തിന്നണ്ടേ. അടുത്ത ഇപ്പൊ ചോളച്ചിപ്പ് വരും. അപ്പൊ പിന്നെ നീ തിന്നോ. വെള്ളം കുടിച്ചോ. അപ്പൊ അല്ല എരിവില്ലല്ലോ കുരിയ. വെള്ളം എരിവില്ലല്ലോ കുരിയ. എരിവില്ല പിന്നെന്തിനാ വെള്ളം കുടിക്കുന്നത്? അതെന്താ ഇപ്പൊ അങ്ങനല്ലല്ലോ പറഞ്ഞേ? വെള്ളം കുടിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ നീ പകുതിയോളം എനിക്ക് കൊടുത്തിനി. നീ ചെറിയ കഷ്ണമല്ല, നീ പകുതി ഓരോ കൊടുത്തു. ഞാൻ കണ്ടില്ല പീസ്. അല്ല അടുത്ത ഇല്ല സമയം പെട്ടെന്ന് ലാഗാക്കരുത് പെട്ടെന്ന്. മാറി. ഓക്കെ ലെറ്റ്സ് ഗോ. ആര് ഇവൻ തെറി വിളിക്കുന്ന എപ്പാ? അത് നേരത്തെയോ ഇന്നലെയോ എപ്പോഴോ? ഇപ്പൊ സ്പോട്ടിൽ നിന്റെ ആല് പിടിച്ചത്. അപ്പൊ നീ സ്പിൻ ചെയ്യണം. പെട്ടെന്ന് സ്പിൻ പറയടേ. ഒന്നും കൂടി ജോളോ ചിപ്പ് വന്നാ മതിയായിരുന്നു. സൂര്യ ഭയങ്കര ആക്ടിങ് ആണെന്നല്ല. ബെൽറ്റ് വെച്ച് കുണ്ടിക്കടി. വാ എരിഞ്ഞ് പുകഞ്ഞ് നിൽക്കുമ്പോ തന്നെ കുണ്ടിക്ക് കൊടുക്കണം. ആയവാ തലയൊന്നും കറങ്ങുന്നില്ല. ഇല്ല ഈ എരുവിൽ തന്നെ നിങ്ങൾക്ക് തരണം. ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഇതുണ്ടാവില്ല. അതിന് പകരം ഇപ്പൊ വാ. ഇല്ല കുനിഞ്ഞോ കുനിയടാ. അങ്ങനല്ല. പൊങ്ങിക്കോ. എണീച്ചേക്ക്. എന്ന് റുക്കൂല് പോ. ഇങ്ങനെ കുനിഞ്ഞാ മതി. എന്നിട്ട് അങ്ങോട്ടേക്ക് നോക്ക്. ഓക്കെ റെഡി. എന്തുമല്ല തെറി വിളിച്ചോ. നല്ല ടൈറ്റ് അടിയാന്ന് അടിക്കാൻ പോകുന്നത്. വേറെ ആരെങ്കിലും നല്ല ബാറിൽ ആരും അടിക്കാം. നീ അടിക്കോ? അങ്ങോട്ടോക്ക്. നടുപ്പുറത്ത് അടിക്കല്ലേ. ഇവിടെ കുണ്ടിക്കന്നെ അടിക്കണം. ഇല്ല അടിയിൽ പോലെ ഇവിടെ കറക്റ്റ് ഈന്റെ ഇടക്ക് കൊള്ളണം. തിരിച്ചിട്ട് അങ്ങനെ തുപ്പിട്ടോ. ഇത്ര കഴപ്പ് നടക്കുമ്പോൾ അതിൽ ഉറങ്ങുന്നു. പാവം. ഉറങ്ങോട്ടെ. കുര്യന് ഭ്രാന്തായിന്നാ കാര്യം. മമ്മു തെറി വിളിച്ചത്. ഇല്ല മമ്മു തെറി വിളിക്കുന്നത് ഞാൻ കേട്ടില്ല. അത് നേരത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ലെവലോ വിളിച്ചായിരിക്കും. ഇപ്പൊ എടാ ഞാൻ വേറൊരു റൂൾ അറിയാം. തെറി വിളിച്ചതിന്റെ പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ പറയണം. അല്ലാണ്ട് മുന്നേ വിളിച്ച് അങ്ങനെ ഒന്നും നടക്കൂല. ഓക്കെ ആ 1 മിനിറ്റ് 2 മിനിറ്റ് ഇടക്ക് അല്ല മാക്സിമം 5 മിനിറ്റിന്റെ ഇടയിൽ. ഓക്കെ ഓക്കെ റെഡി. നീ ലെവല് പറഞ്ഞ നിന്നോട് ആര് ലെവല് വരാൻ പറഞ്ഞു? പോടാ. ഇനി മേല ഒരുത്തനോട് തെറി വിളിക്കൂല. വളി സ്പിന്ന് വളി ഇട്ടൊന്ന് സ്പിന്ന് അതെല്ലാം ബോഡിയിൽ നടക്കുന്നല്ല. കരുതിക്കൂട്ടി ഇട്ടാ ഓക്കെ. ഇങ്ങനെ പറഞ്ഞിട്ടിട്ടാ ഓക്കെ. അല്ല പറഞ്ഞിട്ടിട്ടാലും ഈ വളി ഇടുന്നതിനൊന്നും ഇത് സ്പിന്ന് കൊടുക്കാൻ പറ്റില്ല. നോക്ക്.